ഹലോ ഗൈസ്, പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പം ഇങ്ങോട്ട് കൊണ്ടുവരുന്നത് തുടങ്ങിയല്ലേ. ചറപറ 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 അഞ്ചഞ്ച് പോസ്റ്റുകൾ ഇങ്ങനെ വന്ന് മൂന്ന് താരങ്ങൾ ആദ്യം മൂന്നോളം താരങ്ങൾ പുറത്തേക്ക്, പിന്നെ മൂന്നല്ല നാലോളം താരങ്ങൾ പുറത്തേക്ക്, പിന്നെ രണ്ടോളം താരങ്ങൾ അകത്തേക്ക്. എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് തള്ളിത്തരുന്നവരെ പരിഗണിക്കുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടന്നേക്കാം. അല്ല, വേറൊന്നുമില്ല, ജർമ്മനിയിൽ നിന്ന് അവൻ വരികയാണ്. ബ്ലാസ്റ്റേഴ്സിന്റെ വിദേശ താരങ്ങൾ ശൂന്യമായ ആ മിഡ്ഫീൽഡിലേക്ക് മുഹമ്മദ് ഐമനും അസറും എന്ന നമ്മുടെ യുവതാരം, അതിനെപ്പറ്റി നമ്മൾ ഇന്നലെ വീഡിയോ ചെയ്തിട്ടുണ്ട്, കാണാത്തവരൊന്നും കണ്ടു നോക്കുക. മുഹമ്മദ് ഐമനും അസറും പോലുള്ള നമ്മുടെ താരങ്ങൾ, നമ്മുടെ യങ് സെൻസേഷനുകൾ മിഡ്ഫീൽഡ് വിട്ടു പോയപ്പോൾ അവൻ വരികയാണ് നമ്മുടെ മിഡ്ഫീൽഡിന്റെ ആ ഒരു വിടവനകത്ത് എന്നൊക്കെ പറയാം. ജർമ്മനിയിൽ നിന്ന് 22 വയസ്സുള്ള മാർലോസ് റൂസ് എന്നൊരു താരത്തെ നമ്മുടെ കേരള ബ്ലാസ്റ്റേഴ്സ് ടീമിൽ എത്തിച്ചിട്ടുണ്ട്. ഈ സീസൺ വിദേശ താരങ്ങളില്ലാതെ ഓൾ ഇന്ത്യൻ സ്ക്വാഡുമായി ഇറങ്ങും എന്ന് വിശ്വസിച്ചവർക്ക് തെറ്റി. ബ്ലാസ്റ്റേഴ്സിന്റെ മാനേജ്മെന്റ് നമ്മുടെ അഭിഗണനൊക്കെ ബോധമുണ്ട്, നിഖിൽ ബ്രോയ്ക്കൊക്കെ ബോധമുണ്ട് കേട്ടോ. കാരണം ഇല്ലെങ്കിൽ കൊട്ട് കിട്ടുമെന്ന് അറിയാം മറ്റു ടീമുകളിൽ നിന്ന്. അതുകൊണ്ട് ഇപ്പം താരത്തെ എത്തിച്ചിട്ടുണ്ട്. അദ്ദേഹത്തെ പറ്റി പറയുകയാണെങ്കിൽ, മാർലോ റൂസിനെ പറ്റി പറയുകയാണെങ്കിൽ, അദ്ദേഹം 22 വയസ്സുകാരനാണ്. സെൻട്രൽ ഫോർവേഡ് ആയിട്ടും അറ്റാക്കിംഗ് മിഡ്ഫീൽഡർ ആയിട്ടും കളിക്കാൻ പറ്റുന്ന ഒരു അറ്റാക്കറാണ് അദ്ദേഹം. ബിറ്റ്വീൻ ലൈൻസിൽ അദ്ദേഹം നല്ല രീതിയിൽ പെർഫോം ചെയ്യാറുണ്ട്. മിഡ്ഫീൽഡിനെയും സെൻട്രൽ ഫോർവേഡിനെയും കണക്ട് ചെയ്യുന്ന രീതിയിൽ അദ്ദേഹത്തിന് പ്രവർത്തിക്കാൻ നല്ല കെൽപ്പുണ്ട്. പിന്നീട് അദ്ദേഹത്തെ പറ്റി പറയുകയാണെങ്കിൽ, അദ്ദേഹം തന്റെ കരിയർ ആരംഭിക്കുന്നത് ഐൻട്രാക്ട് ഫ്രാങ്ക്ഫർട്ടിലൂടെയാണ്. പറയാണ്ടില്ലല്ലോ അവരെ പറ്റി. ഇന്ന് യുഎഫ ചാമ്പ്യൻസ് ലീഗ് ഉൾപ്പെടെ യൂറോപ്പിലെ സകല ടൂർണമെന്റുകളും കളിക്കുന്ന ആ ഐൻട്രാക്ട് ഫ്രാങ്ക്ഫർട്ടിലൂടെയാണ് തന്റെ കരിയർ അദ്ദേഹം ആരംഭിക്കുന്നത്. പിന്നീട് അദ്ദേഹം FC മെയിൻസിലൂടെ തന്റെ വിവിധ ഏജ് കാറ്റഗറികളിലൂടെ അദ്ദേഹം തന്റെ കരിയറിലൂടെ മുന്നോട്ട് പോകുന്നു. പിന്നെ അവരുടെ മെയിൻ ടീമിലെത്തുന്നു. പിന്നീട് അതിനുശേഷം 2023 വേറൊരു ജർമ്മൻ ക്ലബിലേക്ക് അദ്ദേഹം എത്തുന്നു. ഇപ്പോൾ അദ്ദേഹം ഫ്രീ ഏജന്റ് ആയിരുന്നു താരം. പിന്നീട് കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക്, ഇന്ത്യയിലേക്ക്, ഒരുപക്ഷെ ജർമ്മൻ താരം ഇത് ആദ്യമായിട്ടായിരിക്കും കേരള ബ്ലാസ്റ്റേഴ്സിൽ എത്തുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും കൊള്ളാം. മറ്റേ ടീമുകൾ മികച്ച സൈനികങ്ങളൊക്കെ നടത്തുമ്പോൾ നമുക്കൊന്നും ഇല്ലേ എന്ന് ചോദിച്ചപ്പോൾ നിഖിലേട്ടായി ഇറക്കി തന്നതാണ് ഈ മുതലിന്. എന്തായാലും അറിയാമല്ലോ, കാരണം സാമ്പത്തിക പ്രതിസന്ധി ഓക്കെ എല്ലാം സമ്മതിക്കുന്നു. ഞാൻ റൗളിന്റെ സൈനികൻ പറഞ്ഞ പോലെ എല്ലാം സമ്മതിക്കുന്നു. പക്ഷേ ഇതേപോലുള്ള യങ് സെൻസേഷനുകളായ താരങ്ങളെ കൊണ്ടുവരുമ്പോൾ, താരങ്ങളെ പുറത്തേക്ക് ഇടുമ്പോൾ പ്ലാനിൽ ഇടമില്ലെന്നൊക്കെ ന്യായീകരണം നടത്തിയിട്ട് കാര്യമില്ല. ജംഷഡ്പൂർ മോഹൻ ബഗാനും മികച്ച പ്രിപ്പറേഷൻ നടത്തുന്നുണ്ട്, കാശിന്റെ കയ്യിരിപ്പ് എന്ന് പറയാം. എന്നാലും നമ്മൾ അതിന് അത്രയും എത്താനാകുന്നില്ലെങ്കിലും മികച്ച രീതിയിൽ ഒന്നും കൂടെ ഒരുങ്ങണ്ടേ. എന്തായാലും ഇത് അതിൻ്റെ ഒരു തുടക്കമാകട്ടെ എന്ന് തന്നെ പ്രാർത്ഥിക്കാം. അതായത് മാർലോ റോസ് പറഞ്ഞത്, ഞാൻ എക്സൈറ്റിംഗ് ആണ്, എൻ്റെ കരിയറിലെ മറ്റൊരു ചാപ്റ്റർ തുടങ്ങുന്നതിനായിട്ട് ഞാൻ എക്സൈറ്റിംഗ് ആണ്, ഞാൻ കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് എത്തുന്നതിൽ മികച്ച സന്തുഷ്ടനാണ് എന്നാണ് അദ്ദേഹം പറയുന്നത്. പിന്നെ നമ്മുടെ അഭിഗണ്ണൻ, നമ്മുടെ ഒബ്സസ്ഡ് ചാറ്റർജി അദ്ദേഹം പറയുന്നത് എന്ന് വെച്ചാൽ, തീർച്ചയായും നമുക്ക് മാർലോസ് റൂസിൽ നമുക്ക് നല്ല പ്രതീക്ഷകളുണ്ട്. കാരണം അദ്ദേഹം ഇൻ ബിറ്റ്വീൻ ലൈനൊക്കെ മികച്ച രീതിയിൽ മിഡ്ഫീൽഡിനും അറ്റാക്കിങ്ങിനും ഇടയിൽ മികച്ച രീതിയിൽ അദ്ദേഹത്തിന് പ്രവർത്തിക്കാനാകും. അതുകൊണ്ട് നമ്മൾ വലിയ പ്രതീക്ഷയിലാണ് എന്നാണ് അദ്ദേഹവും പറയുന്നത്. എന്തായാലും എന്താണ് നിങ്ങൾക്ക് പറയാനുള്ളത്? വലിയൊരു അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് തന്നെ കരുതുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്.